അമ്മച്ചി രാവിലെ എത്ര മണിക്കാ പറഞ്ഞ? ഞാനിവിടെ 7 മണിയാകുമ്പോൾ ഇവിടെ സ്പോട്ടിൽ വരും. ആ അമ്മച്ചിയുടെ താമസം എവിടെയാണ്? എഴുപുന്ന. എഴുപുന്നൊരു അവിടെ നിന്ന് എത്ര മണിക്കാ പോരണത്? 5:30. വല്ലതും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ പോരണത്? ചായ കുടിക്കും. വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല, ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുള്ളൂ. ഇത് ഇവിടെ വന്ന ശേഷമാണ് എവിടെയെങ്കിലും ഫുഡ് കഴിക്കും. അപ്പൊ അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എൻ്റെ മോനുണ്ട്, മരുമകളുണ്ട്, 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ, പേരക്കിടങ്ങള്. അതൊക്കെ നല്ല രീതിയിൽ പോണ ആൾക്കാരാണല്ലേ? നല്ല മിടുക്കന്മാരും ഒക്കെയാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലം? 35 കൊല്ലം. അമ്മച്ചിയുടെ ഭർത്താവ് എന്താ എത്ര കൊല്ലമായി? 16 വർഷം. അപ്പൊ ഇപ്പൊ വീട് സ്വന്തമല്ലേ? വീട് സ്വന്തം. അപ്പൊ അമ്മച്ചിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? കഴിഞ്ഞു പോയി. പണിക്ക് പോകാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർ അമ്മച്ചിയായിട്ട് എങ്ങനെ ഇവിടുന്ന് ഞാൻ ഫോർട്ട് കൊച്ചി വരെ പോകും. ഇപ്പൊ വീട്ടിലൊക്കെ സപ്ലൈ ഒന്നും ഇല്ലല്ലേ? മുമ്പൊക്കെ ഉണ്ടാവും. നേരത്തെ ഒക്കെ പോകുമായിരുന്നു. ഇപ്പൊ വീട്ടിൽ സപ്ലൈ ഒന്നും വയ്യ, കാലുവേദന കൊണ്ട് എങ്ങും പോകണം. ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്നാണ്. അപ്പൊ ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നില്ല? അവരാരും വരുന്നില്ല. സാധനങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു സ്ഥിരമായിട്ട് ഒരു അമ്മച്ചി ഉണ്ടാവൂലേ? അമ്മച്ചി ഓക്കെ. അപ്പൊ അമ്മച്ചിക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സന്തോഷമൊക്കെ ഇവിടെ ആൾക്കാരായിട്ടൊക്കെ നല്ല സന്തോഷം. അപ്പൊ അമ്മച്ചിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം വരെ അമ്മച്ചി ഇതുപോലെ കച്ചവടം ചെയ്യും. ഇതുപോലെ ഞാൻ കച്ചവടം ചെയ്യാൻ ഭഗവാനുണ്ടല്ലോ. എനിക്ക് ആയുസ് ആരോഗ്യം തന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഭഗവാൻ എന്നെ ഇവിടെ ഈ സ്പോട്ടിൽ ഇരുത്തണുണ്ട്. എന്റെ പെരുമാറ്റത്തിൻ്റെത് കൊണ്ട് ഇന്നുവരെ ഞാൻ ആരോടും ഒന്നിനുമില്ല, ഒരു വഴക്കുമില്ല. എല്ലാവരും എനിക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എനിക്ക് ആണും പെണ്ണും ഒക്കെ എന്നോട് ഭയങ്കര കാര്യമാണ്. ഞാൻ ഇവിടെ നിന്ന് ചിലപ്പോ എന്റെ ജോലിയായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണത്. അങ്ങനെയല്ലേ? അപ്പൊ അത്രക്ക് ധൈര്യവും വിശ്വാസമൊക്കെ ഉണ്ട്. അത്രക്ക് നല്ല ടച്ചാണ് ഇവിടെ ഉള്ളവർ. എന്നെ അറിയാത്തവരൊന്നും ആരുമില്ല. 35 വർഷമായെങ്കിലും എല്ലാവരും എന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ അമ്മച്ചിയുടെ പേരെന്തെന്നാ പറഞ്ഞത്? ശാന്തമ്മ. അപ്പൊ നല്ല പേരാണ്. എൻ്റെ ഇളയമ്മയുടെ പേരും അതുപോലൊക്കെ തന്നെ. ഓക്കെ. അപ്പൊ ശരി അമ്മച്ചി, സന്തോഷമായി. ഇപ്പൊ എല്ലാം ക്ലിയർ ആവും. ഓക്കെ.